എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടും. UDF തകരും. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. BJP എന്നത്തെക്കാളും കൂടുതൽ നിരാശരാകും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. അതിന് കാരണമായി ഞങ്ങൾ കാണുന്നത് കേരളത്തിൽ ഈ ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനം. പട്ടിണിക്കിടാത്ത ഒരു സർക്കാരിനെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ഒരു വലിയ രാഷ്ട്രീയമാണ്. ബദൽ രാഷ്ട്രീയം എന്ന് വളരെ കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ ആപ്ലിക്കേഷൻ. വളരെ ക്ലിയർ ആണ്. ഈ രാജ്യത്ത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള, ജനങ്ങളുടെ സാധാരണക്കാരന്റെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്താനുള്ള വളരെ കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഞങ്ങൾ പ്രയോഗിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 19 പേരെ വിജയിപ്പിച്ചതിനു ശേഷമുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാവനയും, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൃത്യമായി ഈ കേരളം നോക്കിക്കാണുന്നുണ്ട്. എന്താണ് ഈ രാജ്യത്ത് കോൺഗ്രസിന് ബദലായി മാറാൻ കഴിയുന്നത്? പുതിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ ഉറപ്പാണ്. ഇതെല്ലാം തന്നെ വളരെ പ്രസക്തമാണ്. UDF-നകത്ത് തന്നെ വളരെ കൃത്യമായ ചലനങ്ങൾ ഉണ്ടാകും. തകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. വളരെ ഗൗരവതരമായ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുടക്കുന്നതിന് വേണ്ടിയും ജനാധിപത്യപരമായ ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയും തെറ്റായ വഴികളിലൂടെ കടന്നു പോകുന്നതെന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? ഒരു പിടിയുമില്ല. നിനക്കോ? ഇല്ല. രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ UDF-ന് കഴിയുന്നില്ല. രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ നിലപാട്? BJP-ക്കൊപ്പമാണോ അതോ മതേതര രാഷ്ട്രീയത്തിനൊപ്പമാണോ എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, UDF ദുർബലമായി. രാവിലെ ഗോതമ്പ് ദോശ കുത്തുന്നു. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ മാത്രം മാറ്റിവെച്ചാൽ അതല്ലാതെയുള്ള കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റം വളരെ പ്രകടമാണ്. അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. VS ഗവൺമെന്റ് മാറി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷം അത് പരാജയപ്പെട്ടു. പക്ഷെ നാമമാത്രമായ സീറ്റുകൾക്കും വോട്ടുകൾക്കുമാണ് നമ്മൾ പരാജയപ്പെട്ടത്. കുറ്റസമ്മതം നടത്തി അല്ലേ? 2016 LDF അധികാരത്തിൽ വരുന്നതോ വലിയ തമ്പിങ് മെജോറിറ്റിയിലാണ് വരുന്നത്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഇതുവരെ ഞങ്ങൾ ജയിക്കില്ല എന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ, ഞങ്ങൾ വോട്ട് ചെയ്യാതിരുന്ന വിഭാഗങ്ങൾ, UDF പക്ഷത്ത് നിന്നവർ, അവരെല്ലാവരും പുതിയ കാലത്തിന്റെ ചുമരെഴുത്ത് വായിക്കുകയാണ്. അവർ വളരെ കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷത്തോടൊപ്പം നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിന്റെ വോട്ടിംഗ് പാറ്റേണിൽ വരുന്ന, ഓപ്ഷനിൽ വരുന്ന ഈ മാറ്റം, ബലാബലത്തിൽ വരുന്ന മാറ്റം വളരെ പ്രകടമാണ്. അതിന് പുറമെയാണ് UDF-ൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രബലമായ കക്ഷികൾ UDF ബന്ധം ഉപേക്ഷിക്കുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഞാൻ പറഞ്ഞത് VS ഗവൺമെന്റ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ വളരെ കൃത്യമായി ചില ജില്ലകളിൽ തന്നെ കോൺഗ്രസ് നാമാവശേഷമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. പിണറായി മുഖ്യമന്ത്രി ആയതിനു ശേഷം നേരിട്ട് നിയമസഭയിലേക്ക് നടന്ന ബൈ ഇലക്ഷൻസ് ഉണ്ട്. ഒരിക്കലും ഞങ്ങൾ ജയിക്കില്ല. വട്ടിയൂർക്കാവ് ഞങ്ങൾ ജയിച്ചില്ലേ? പാലാ ജയിച്ചില്ല. ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുമല്ലോ. നീയേ കുറെ നാളായി കഥനയായിട്ട് നടക്കണേ. വേങ്ങരയിലും മലപ്പുറത്തും ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ലീഗിന്റെ പൊന്നാപുരക്കോട്ടയിൽ LDF-ന്റെ വോട്ട് കൂടിയെന്നേ, വോട്ട് കൂടി. ഇതെല്ലാം നമ്മൾ കാണേണ്ട കാഴ്ചയല്ലേ? കോന്നി തുടർച്ചയായി UDF ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമല്ലേ? സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ നടന്ന തെരഞ്ഞെടുപ്പാണ്. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. റിപ്പോർട്ടർ ചാനൽ 150 ഏക്കറിൽ 300 വീടുകൾ പണിതു കൊടുക്കും. 150 ഏക്കറിന്റെ ടൗൺഷിപ്പ് ഉണ്ടാക്കും. പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. ഈ 4 ബെഡ്റൂമുള്ള വീടുകൾ, 3 ബെഡ്റൂമുള്ള വീടുകൾ എന്നൊക്കെ ആൻഡ് ഓഗസ്റ്റിനും അരുൺകുമാറും ഒന്നിച്ചു നിന്ന് തള്ളിയല്ലോ. അവരോട് നിങ്ങൾ വീട് എവിടെയാണെന്ന് ചോദിച്ചോ? ഒരു കയ്യബദ്ധം. നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയോ? സർക്കാർ കൈമാറിയ 178 താക്കോൽ വാങ്ങിയ ആളുകൾ ആ വീടുകളിൽ താമസിക്കുന്നുണ്ടോ? ശ്രീജയെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ലൈവായിട്ട് ആ താമസിക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ നാളെ കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. DYFI പണിത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വീടെന്താ പണിയാൻ? അതിന് തന്നാരും വിളിച്ചില്ല. അവര് ചെക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതിന്റെ പലിശ വാങ്ങിയതുമായി ബന്ധപ്പെട്ട സംശയം, ചെക്ക് കൈമാറി എന്ന് പറയുന്ന ഡേറ്റ്, അവര് CMDRF-ലേക്ക് ചെക്ക് കൈമാറി എന്ന് പറയുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ.
എനിക്കത് ഓർമ്മയില്ല. അതിന് കഴിഞ്ഞ് പ്രോജക്ട് ഇംപ്ലിമെന്റിംഗ് യൂണിറ്റിലേക്ക് പൈസ കൈമാറി എന്ന് പറയുന്നു. അത്തരം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ തുറന്നു കാണിച്ചോ? നീ അറിഞ്ഞ ഞാൻ ഇനി നിങ്ങൾ പറഞ്ഞത് ഡിവൈഎഫ്ഐ കളക്ട് ചെയ്ത പൈസ അത്രയും യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്തില്ലെന്ന്. അവർ ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ടതായിരിക്കും ആക്രിയായിട്ട് വിറ്റത്. ഞങ്ങൾ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങൾ ചെറിയ ചെറിയ ന്യൂസ് പേപ്പർ ചലഞ്ച്, ചെറിയ ചെറിയ ചലഞ്ചുകൾ നടത്തി കിട്ടിയ പൈസയാണ്. ഞങ്ങൾക്ക് അത്രേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് കൊള്ളയടിക്കാൻ പറ്റില്ല. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പിരിച്ച പൈസ പോലും കൃത്യമായിട്ട് പുനരധിവാസത്തിന് കൊടുക്കാത്ത സംഘടന ഡിവൈഎഫ്ഐ. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. ഞങ്ങൾ 1,05,00,000 രൂപ കളക്ട് ചെയ്ത് KPCC കൊടുത്തു. KPCC കിട്ടിയ ഫണ്ട് കൃത്യമായിട്ട് ഭൂമി മേടിക്കാൻ ചെലവഴിച്ചു. നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഞങ്ങൾ ഭരിക്കാത്ത സംഘടനയാ, ഭരണമില്ലാത്ത സംഘടനയാ. ഞങ്ങൾ ഞങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു. കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് അന്വേഷിക്കാമല്ലോ. ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ CPM അക്കൗണ്ടിലൂടെ പണം സമാഹരിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? CPM അഖിലേന്ത്യാ കമ്മിറ്റി പിരിച്ചത് 93 ലക്ഷം രൂപയല്ലേ? അഖിലേന്ത്യാ കമ്മിറ്റി. അപ്പൊ അവരുടെ കഴിവ് കേടാണോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഓരോ സംഘടനകൾക്ക് ഓരോ കഴിവ്. UDFന്റെ ഭാഗമായിട്ടുള്ള ലീഗ് നന്നായിട്ട് ഫണ്ട് കളക്ട് ചെയ്തു, കൃത്യമായിട്ട് വീട് വെച്ച് കൊടുത്തു. രാഘവൻ പറഞ്ഞത് വാസ്തവം. ശ്രീജയുടെയും എന്റെ ഒക്കെ ചോദ്യത്തിന് ഉത്തരം തരാൻ നിയമപരമായി ബാധ്യതയുള്ളത് കേരളത്തിലെ സർക്കാരിനാ. ആ 178 വീടുകളിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്? ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കിടക്ക വരെ എടുത്തുകൊണ്ടുപോയ പരിപാടിക്ക് നോക്കുകൂലി വാങ്ങിയ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കരാറില്ലാതെ കോൺട്രാക്ട് കൊടുത്തത് എത്ര കോടി രൂപയ്ക്കാ? 299 കോടി രൂപയ്ക്ക്. കണ്ടോട് തന്നെ ഇരിക്കണം. പക്ഷേ ഇത് എവിടെ വെച്ചെത്തും എന്നാ നിശ്ചയില്ല. അവിടെ എത്ര വീട് പണിയുന്നുണ്ട്? അതിന് എത്ര കോടി രൂപയാണ്? നമുക്ക് ഏത് വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഞങ്ങൾ സ്വന്തം കാലിലല്ല വെടിവെച്ചേ. സത്യത്തിൽ CPM ഇതിൽ വന്ന് തൂങ്ങി. കോൺഗ്രസ് പിരിച്ച കണക്ക് പുറത്തു വിട്ടു. അപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ കണക്കിന്റെ മിസ്മാച്ച് വരുന്നത്. അപ്പോഴാണ് സർക്കാർ പണിത വീട്ടിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ടെന്നുള്ള ചോദ്യം വരുന്നത്. സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളും CPM കോൺഗ്രസിന്റെ സ്ട്രാറ്റജിയിൽ വന്ന് തന്നെയാണ് തൂങ്ങിയത്. ഈ 178 വീടിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് ശ്രീജ? അവർ മഴ നനഞ്ഞ് താമസിക്കുന്നില്ലേ? അവരുടെ വാടക കിട്ടാത്തതിന്റെ പേരിൽ ആ മുണ്ടക്കൈ ദുരിതബാധിതരായിട്ടുള്ള മനുഷ്യർ സമരം ചെയ്തില്ലേ? ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടപ്പോൾ സമരം ചെയ്തില്ലേ? ഈ സർക്കാർ എവിടെയായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 40 കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വെച്ച് കൈമാറി. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. നീക്കി കൊടുത്ത 52 വീടുകൾ നിങ്ങൾ എന്താ കൊട്ടിഘോഷിച്ച് വാർത്ത കൊടുക്കാത്തത്? സർക്കാരിന്റെ 178 താക്കോലിന്റെ വാർത്ത കൊടുത്തില്ലേ? എത്ര ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് ചോദിച്ചോ? ഡിവൈഎഫ്ഐ മേടിച്ച ആ കമ്മീഷൻ, ആ ഇൻട്രസ്റ്റ് മേടിച്ചില്ലേ? പലിശ വാങ്ങിയില്ലേ? 20 കോടി രൂപയുടെ 1.5 കോടി രൂപ പലിശ വാങ്ങിയില്ലേ? അതിനെ കുറിച്ച് ചോദിച്ചോ? ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഡിവൈഎഫ്ഐ ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത ആ ചെക്കുകൾ ആരുടെയായിരുന്നു? വ്യാജ ചെക്കല്ലേ? കാനറ ബാങ്കിന്റെ വ്യാജ സീൽ വെച്ച് വ്യാജ എംബ്ലം വെച്ച് ചെക്ക് ഉണ്ടാക്കിയില്ലേ? അതിനെ കുറിച്ച് ചോദിക്കണ്ടേ? അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ മറവിൽ അവർ 20 കോടി കളക്ട് ചെയ്തതിന് മഹത്തായ സേവനം എന്ന് പറയില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? ഇല്ല. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത് മാത്രം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.